ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു ഡിന്നർ ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരത്തെ ഫുഡാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനും ഇക്കായ മാത്രമാണ് റൂമിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കറി മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറിയും അതിനോടൊപ്പം തന്നെ വൈകുന്നേരം ചായക്ക് കൂട്ട് ഉള്ളിവട വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്ക് വേണ്ടിയിട്ട് ഉള്ളിവടയും പിന്നെ അതിനോടൊപ്പം തന്നെ സെയിം ടൈം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ചിക്കൻ കറി വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള പണി എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. അതായത് ഇറച്ചിക്കറി എന്തെങ്കിലും പണി ചെയ്തത് ഒരു കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ. വെജിറ്റബിൾ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ഇത് ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഇറച്ചിയാണെങ്കിൽ നമുക്ക് എളുപ്പപ്പണിയാണ്. ഞാൻ എപ്പോഴും ഈസി ആയിട്ടുള്ള ഒരു പണി മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പ്രത്യേകിച്ച് എസ്പെഷ്യലി കുക്കിംഗ്. പക്ഷേ നന്നായിട്ട് കഴിക്കുന്ന വ്യക്തിയും കൂടിയാണ് കേട്ടോ. ആരെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാനും എനിക്കറിയാം. പക്ഷേ കുക്ക് ചെയ്യാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. മടിയല്ല, ആക്ച്വലി എനിക്ക് അറിയത്തില്ല. എനിക്ക് അത്യാവശ്യം കുറച്ച് കറികളും കുറച്ച് റെസിപ്പീസ് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ യൂട്യൂബും ഇതൊക്കെ നോക്കി ഞാൻ ചെയ്യുകയാണെങ്കിൽ പോലും മിക്കവാറും ഇത് ഫ്ലോപ്പായി പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടും ചിക്കൻ കറിയും ഇതാ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ക്ലീനിങ് പരിപാടി, അതൊക്കെ കഴിഞ്ഞ് വീട് വൃത്തിയാക്കി വയ്ക്കുക, അത് ഒരു ജോലി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യ സമയമായി ഗൈസ്. അപ്പോൾ അടുത്ത ചായ കുടിക്കണം. അപ്പോൾ ചായ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം അത് എപ്പോഴും ഇടുന്നത് തന്നെയാണ്. ഞങ്ങളൊരു 6:30 ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഈ ഗോതമ്പ് പുട്ടും അതിനോടൊപ്പം തന്നെ എന്താ പറയുക ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം രാത്രി കുറച്ച് നേരത്തെയാണ് ഇന്ന് ഫുഡ് കഴിച്ചത്. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും പുട്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങളത് ആ പാർക്കിലേക്ക് നടക്കാൻ പോവുകയാണ്. അങ്ങനെ നടക്കാൻ പോയപ്പോഴാണ് ഒരാളിതാ വരുന്ന കണ്ടോ ഗായ്സ്. ആ പൂച്ചയാണെങ്കിൽ എന്നെ കണ്ടപാടെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കൊഞ്ചിച്ചതേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങളുടെ പിറകെ തന്നെയായിരുന്നു ഗായ്സ്. എന്നിട്ട് എനിക്കാണെങ്കിൽ പൂച്ചയൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ പേടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ കുറച്ച് നേരം പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.